സദസ്സിലും വേദിയിലുമുള്ള എല്ലാവർക്കും എൻ്റെ ജയ്ബിയും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. നേരത്തെ ഇവിടെ പറഞ്ഞത് പോലെ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഐ ഹാഡ് എ അലർജിക് റിയാക്ഷൻ. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് വരണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. നോട്ട് ഓൺലി ബിക്കോസ് നിത്യാനന്ദ് സർ അതിന് കൊടുക്കുന്ന ഒരു എഫേർട്ടും ആൻഡ് ട്രൈങ് ടു കമ്പൈൻ ആർട്ട് ആൻഡ് നോളജ് ട്രഡീഷൻസ് ടുഗെദർ. ആ ഒരു ഇനിഷ്യേറ്റീവ് കേരളത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പിൽ വലിയ ആവശ്യമായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നതും കൂടെ കൊണ്ടാണ് എന്ത് എഫേർട്ട് എടുത്തും വരാമെന്ന് തീരുമാനിച്ചത്. സോ ലെറ്റ് മീ പുട്ട് ഓൺ റെക്കോർഡ് മൈ ഇമ്മൻസ് അപ്രീസിയേഷൻ ടു ഇൻഡസ് ആർട്ട് സെൻറ്റർ ആസ് വെൽ എസ് ടു ദ സെൻറ്റർ for Buddhist Studies, Sri Shankara University, Kaladi, for bringing together this very, very eclectic effort to weave together traditions of knowledge and traditions of art. അതിനോടൊപ്പം തന്നെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളോടും എൻ്റെ അപ്രീസിയേഷനും, അതേപോലെ തന്നെ നിങ്ങളുടെ ആർട്ട് കാണാൻ പറ്റിയ അത് ഒരു പ്രിവിലേജായിട്ട് ഞാൻ കാണുന്നു എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞ് വെക്കട്ടെ. ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കെ പ്രസാദിനും ഞാൻ കഴിഞ്ഞ് സംസാരിക്കാൻ പോകുന്ന അജീഷ ശേഖർ സാറിനും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ തീം, വാസ എന്നുള്ള ഒരു തീം, ഇതെനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു ഡിസ്കേഴ്സീവ് ട്രഡീഷൻസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഡിസ്കേഴ്സീവ് ടെറൈൻ എടുത്ത് നോക്കിയാൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഒരു ഇന്നോവേഷൻ നമ്മൾ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ ബുദ്ധിസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലീനിയേജസിനെ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ പെരിഫറലായിട്ട് തൊട്ട് തഴുകി പോകുന്ന രീതികളിലോ ഉള്ള തീമുകളാണ് നമ്മൾ മിക്കവാറും സെമിനാറുകൾക്കും സിമ്പോസിയങ്ങൾക്കും കാണുന്നത്. പക്ഷെ വളരെ യുണീക്കായിട്ട് ബുദ്ധിസ്റ്റ് ഫിലോസഫി, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് പ്രാക്സിസ്, ബുദ്ധിസ്റ്റ് ജീവിതചര്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വാസ എന്ന് പറയുന്ന മൺസൂൺ കാലത്ത് അനുഷ്ഠിക്കപ്പെടുന്ന ഒരു പർട്ടിക്കുലറായിട്ടുള്ള പ്രാക്സിസിനെ ഈ ഒരു പെർട്ടിക്കുലർ എക്സിബിഷൻ്റെ തീമായിട്ട് എടുത്തത് ഒന്ന് വളരെ ഫാസിനേറ്റിംഗ് ആണ്. പക്ഷെ അത് ആസ് എ ഹിസ്റ്റോറിയൻ ഞാൻ നോക്കുമ്പോൾ ഇറ്റ്സ് എ reclamation of a tradition that we might have lost, which might have been preserved in some fringe areas, but one that ought to be and one that needs to be reclaimed and recovered and practiced. കാരണം നമ്മൾ വാസയുടെ ഒരു ദീർഘകാലമായിട്ട്, ഇപ്പോൾ നമ്മൾ കംബോഡിയയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, തായ്ലാൻഡിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിന് ശ്രീലങ്കയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും മഹായാന ബുദ്ധിസത്തിൽ വളരെയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും എന്നാൽ തേരവാദ ബുദ്ധിസത്തിൽ കാലക്രമേണ അതിൻ്റെ സിഗ്നിഫിക്കൻസ് കുറഞ്ഞു വന്നതുമായിട്ടുള്ള, എന്നാൽ ജ്ഞാനോൽപാദനത്തിന് ഇപ്പം എന്നെ പോലെയുള്ള പ്രൊഫസേഴ്സും അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സും മാത്രം ചെയ്യേണ്ട കാര്യമല്ല ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അതായത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഫാസിസത്തിൻ്റെ 10 സൈൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്ഫിയറും പബ്ലിക് ആയിട്ടുള്ള സ്ഫിയറിനെയും രണ്ടായിട്ട് വകഞ്ഞ് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ മനുഷ്യർ ബുദ്ധിജീവികൾ, കുറേ മനുഷ്യർ സാധാരണ മനുഷ്യർ എന്നുള്ള ഒരു ഫോൾസ് ഡീലിയനേഷനെ കുറിച്ച് ഫാസിസത്തിനെ കുറിച്ച് പഠിക്കുന്ന സ്കോളേഴ്സ് പറയുന്നുണ്ട്. ഇത് ഫോൾസ് ഡീലിയനേഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യരും ഇൻ്റലക്ച്വൽ ജീവികളാണ്. നമുക്ക് ഇൻ്റലക്ച്വൽ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാ ദിവസവും ഡിസിഷൻ എടുക്കുന്നു, എല്ലാ ദിവസവും പല രീതികളിലുള്ള ജ്ഞാനങ്ങളുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ ഡ്രൈവിംഗ് എ കാർ ഓൺ ദ റോഡ്, യു ഹാവ് നോളജ് അബൌട്ട് ട്രാഫിക് റൂൾസ്. ഇഫ് യു ആർ ലിവിംഗ് ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, you know something about Indian history. That is why you acknowledge yourself as an Indian. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ എന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ട് പല രീതിയിലുള്ള കമ്പീറ്റിംഗ് ആയിട്ടും കൺവേർജിങ് ആയിട്ടും ഡൈവേർജിങ് ആയിട്ടുള്ള നോളജുകളെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് പോലും ചിലപ്പോൾ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യാറില്ല നമ്മൾ നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ബുദ്ധി കുറവാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പബ്ലിക് ഇസ് എ ജാക്കാസ് എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ആൾക്കാരെ ഇൻഫാൻറ്റലൈസ് ചെയ്ത് ആൾക്കാരെ തുച്ഛീകരിച്ച് കാണുന്നത്. ഈ തുച്ഛീകരണത്തിലൂടെയാണ് പലപ്പോഴും ഫാസിസം വളരുന്നത്. അതായത്
you stop people from letting themselves know that they are knowledgeable on the one hand, and then you devalue knowledge. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോഴാണ് നോളജ് ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജിന് സിഗ്നിഫിക്കൻസ് കൊടുക്കാത്തുള്ള ട്രഡീഷൻസിന് അപ്രമാദിത്വം കിട്ടുന്നതും അവിടെ ഫാസിസ്റ്റ് ടെൻഡൻസീസും ഒരു കൈൻഡ് ഓഫ് നോളജ് മാത്രമേ നോളജാണ് എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകളും വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നോളജ് മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച്, ജ്ഞാനോൽപാദനം എങ്ങനെയായിരുന്നു ചരിത്രപരമായി നടന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു ക്രേഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വളരെ കൃത്യമായിട്ട് നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എവിഡൻസും ആർക്കിടെക്ചറൽ എവിഡൻസും ലഭിക്കുന്ന ഒരു ഏരിയ ആണ് വാസ എന്ന് പറയുന്നത്. നൗ വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഴ എന്നുള്ള, അതിൽ നിന്നാണ് വാസ എന്നുള്ള പദം വന്നതെന്ന് ഒരു സെറ്റ് ഓഫ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് പറയുന്നുണ്ട്. മറ്റൊരു സെറ്റ് ഓഫ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ആവാസ, അതായത് ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ വർഷത്തിൻ്റെ മെജോറിറ്റി സമയവും അവർ പല സ്ഥലത്ത് വാൻഡർ ചെയ്ത് നടക്കുകയും അവർ ഈ മൺസൂണിൻ്റെ 3 ലൂണാർ മാസങ്ങൾ, 3 ചന്ദ്രമാസങ്ങൾ ഒരു സ്ഥലത്ത് ടെമ്പററി ആയിട്ട് റെസിഡൻസ് ഏറ്റെടുക്കുകയും ചെയ്യുകയും, അപ്പോൾ ആ ടെമ്പററി റെസിഡൻസിൽ തന്നെ 2 രീതിക്കുള്ള ടെമ്പററി റെസിഡൻസ് ഉണ്ട്. ആവാസ എന്ന് പറഞ്ഞ് അവർ മേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന, ഇപ്പോൾ പുല്ലുകൊണ്ടോ കച്ചി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കർണാടകയിൽ പോയാലും കേരളത്തിൻ്റെ മലബാർ റീജിയൻസിൽ പോയാലും ഒറീസയിൽ പോയാലും മഹാരാഷ്ട്രയിൽ പോയാലും ഒക്കെ റോക്ക് കട്ട് കേവ്സ് കാണാൻ പറ്റും. ഗുഹയ്ക്ക് ഉള്ളിൽ താമസിക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. ടെമ്പററി ആയിട്ടുള്ള റെസിഡൻസുകളെ ആവാസ എന്ന് വിളിച്ചിരുന്നു. കുറേ കൂടെ പെർമനൻറ്റ് നേച്ചറുള്ള റെസിഡൻസുകളെ ആ ഒരു സമയത്ത് ഏർലി ട്രഡീഷൻസിൽ ആശ്രമ പോലെയുള്ള ട്രഡീഷൻസ് ഉണ്ടായിരുന്നു. ഇതിൽ വലിയ ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് ഉണ്ട്. ഇതിൽ ഏതാണ് വിഹാരങ്ങളായി പിന്നീട് മാറിയെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ വാസയിൽ നിന്നാണ് വാസ എന്നുള്ള ഒരു ടേം വന്നിട്ടുള്ളതെന്നും ഈ രണ്ട് രീതിക്കും ഹിസ്റ്റോറിയൻസ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാസയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ത്രൂ ഔട്ട് നമ്മൾ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, പാലിയിലുള്ള കാനോണിക്കൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാലും, ഇപ്പം ശ്രീലങ്കയിൽ നിന്ന് മച്ച് ലേറ്റർ ആയിട്ടുള്ള ഏകദേശം ഒരു 12ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാലും രണ്ടിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും സ്പിരിച്വലായിട്ട് മാത്രം കാണാതെ ഇതിനെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് തലത്തിലേക്ക് ബുദ്ധിസ്റ്റുകൾ മാറ്റിയ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പലപ്പോഴും മൺസൂൺ സമയങ്ങളിൽ ഇന്നർ റിട്രീറ്റ്, നമ്മളെപ്പോഴും റിലീജിയനെ പറയുമ്പോൾ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ഉള്ളിലേക്ക് നോക്കും, അല്ലെങ്കിൽ സെൽഫിലേക്ക് തിരിയുന്നതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു തെറ്റിദ്ധാരണ അൺഫോർച്ചുനേറ്റ്ലി പല ന്യൂ ഏജ് ഗുരുക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലിസത്തിൻ്റെ മറ്റൊരു മുഖമാണ്. നമ്മൾ അകത്തേക്ക് മാത്രം നോക്കുക, നമ്മൾ പ്യൂരിഫിക്കേഷനിൽ സെൽഫ് പ്യൂരിഫിക്കേഷനിലേക്ക് പോകുക, സെൽഫ് റിന്യൂവലിലേക്ക് പോകുക. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് പറഞ്ഞു വെക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഏകാഗിയായിട്ട് ഇരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പുതുക്കുക എന്നുള്ളൊരു സന്ദേശമാണ്. ഇത് പലപ്പോഴും നമുക്ക് ഉപനിഷത്തിക്കും പോസ്റ്റ് ഉപനിഷത്തിക്കുമായിട്ടുള്ള തോട്ടിൽ ഇത് എംഫസിസ് കൊടുക്കുന്നതാണ്. എന്നാൽ ബുദ്ധിസ്റ്റ് വേ ഓഫ് ലിവിങ് ഇങ്ങനെയല്ല. ബുദ്ധിസ്റ്റ് വേ ഓഫ് ലിവിങ് എപ്പോഴും കളക്റ്റീവായിട്ടുള്ള ലിവിങ്ങിൽ എംഫസൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സെൽഫ് പ്യൂരിഫിക്കേഷൻ ഒരിക്കലും നമുക്ക് ബുദ്ധിസത്തിൽ കാണാൻ പറ്റില്ല. സമൂഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൈറാർക്കിലെസ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷനാണ് ബുദ്ധിസത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാസാടെ സമയത്ത് നമുക്ക് വിനയപീഠികയിലെ മഹാവഗയിലും ചുള്ളവഗ എന്നുള്ള ഈ ഒരു ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വാസയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ബി.ആർ. അംബേദ്കർ ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്നുള്ള വർക്കിൽ എടുത്ത് പറയുന്നുണ്ട്. ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്നുള്ള വർക്കിൽ എങ്ങനെയാണ് ഒരു ഭിക്ഷു ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭിക്ഷുകിനി ജീവിക്കേണ്ടതെന്ന് അംബേദ്കർ പറയുമ്പോൾ ആ ഒരു ഏരിയയിലെ വാസയെക്കുറിച്ച് അംബേദ്കർ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഈ കളക്റ്റീവായിട്ട് സെൽഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുക. നമ്മളെപ്പോഴും സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം സെൽഫിനെയാണ് ആലോചിക്കുന്നത്.
പക്ഷെ എല്ലാ മനുഷ്യരും ചേർന്നൊരു ലാർജ് കളക്റ്റീവ് സെൽഫിനെ കുറിച്ച് ഇൻറ്ററഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായിട്ടാണ് വാസയെ നമുക്ക് വിനയ പിട്ടകയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ബുദ്ധിസ്റ്റ് ഏർലി സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോളജ് പ്രൊഡക്ഷനാണ്. ആ നോളജ് പ്രൊഡക്ഷൻ്റെ എവിഡൻസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ഞാൻ വളരെ നിത്യാനന്ദനെ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വാസയെക്കുറിച്ചിട്ട് ഞാൻ ആലോചിച്ച് വളരെ കൃത്യമായിട്ടൊരു ലെക്ചർ പോലെ ആക്കാനുള്ളത് ആലോചിക്കുന്നത്. പക്ഷേ എത്രയോ വർഷങ്ങൾ മുമ്പേ ഞാൻ എൻ്റെ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കിയോളജിക്ക് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആർക്കിയോളജി ഓഫ് ഏർലി ബുദ്ധിസം എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. ലാർസ് ഫോജലിൻ എന്ന് പറഞ്ഞ ആർക്കിയോളജിസ്റ്റാണ്. ഒറീസയിലെ തൊട്ട്ലക്കൊണ്ട എന്ന് പറഞ്ഞ മൊണാസ്ട്രിയുടെ ആർക്കിയോളജിയെ കുറിച്ചിട്ടാണ് ആ വർക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തൊട്ട്ലക്കൊണ്ട മൊണാസ്ട്രി നിലനിന്നിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് ലാർസ് ഫോജലിൻ പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ എവിഡൻസ് അവിടെയുള്ള സ്തൂപത്തിനേക്കാളും വിഹാരത്തിനേക്കാളും എല്ലാം വലിയ ഡൈമെൻഷനിലുണ്ടായിരുന്ന അവിടുത്തെ ഒരു ഹെർബൽ ഗാർഡനാണ്. ഈ ഹെർബൽ ഗാർഡനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും ബംഗ്ലാദേശിലെയും മയാൻമാറിലെയും ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള പല പ്ലാന്റ് സ്പീഷീസ് കൊണ്ട് നട്ടതും അത് പൊലിഞ്ഞു പോയതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള എവിഡൻസ് ഇവർക്ക് ഈ ഖനനത്തിലൂടെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ കിട്ടുക. ഇതേപോലെ തന്നെ ആ വിഹാരത്തിന് പോവുകയാണെങ്കിൽ സെവറൽ റൂംസിൽ എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ള പല രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത്, ചില പ്ലാന്റ്സ് നമുക്കറിയാം ചിലപ്പം ഏതെങ്കിലും ലായനിയിലിട്ടായിരിക്കും പ്രിസർവ് ചെയ്യേണ്ടത്, ചില പ്ലാന്റ്സ് ഡ്രൈ ചെയ്തിട്ടായിരിക്കും പ്രിസർവ് ചെയ്യേണ്ടത്, ചില പ്ലാന്റ്സ് നമുക്ക് അതിൻ്റെ ഇലയായിരിക്കും, ചില പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള പ്രിസർവേഷൻ ടെക്നീക്സ് ഈ ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കൾ എക്സ്പെരിമെൻ്റ് ചെയ്യുകയും അത് പ്രിസർവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെയും എവിഡൻസ് ഈ തൊട്ട്ലക്കൊണ്ട മൊണാസ്ട്രിയുടെ എക്സ്കവേഷനിൽ നിന്ന് കിട്ടിയതായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ വായിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ റിലീജനായിട്ടാണ് അദ്ദേഹം അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ഒരു റിലീജൻ്റെ എക്സ്കവേഷൻ എങ്ങനെ നടത്താം എന്നുള്ള ഒരു പഠനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കളാണ് ഇവിടെ ഒരു ഹെർബൽ ട്രഡീഷൻ നിലനിർത്തി. അപ്പം നമ്മൾ പലപ്പോഴും അതിൻ്റെ അക്നോളജ്മെൻറ്റും അത് ആയുർവേദത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെന്നും ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ സരീലിയുടെ വർക്ക് നമ്മളെ സംശയമില്ലാതെ കെനത്ത് സിസ്കിൻ്റെ വർക്ക് നമുക്ക് സംശയമില്ലാതെ നമ്മളോട് തെളിയിക്കുന്നത് ആയുർവേദയുടെ റൂട്ട്സ് നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ, പെർട്ടിക്കുലർലി ഹേർബ് കളക്ഷനിൽ നമ്മളിത് ചിന്തിക്കേണ്ട വിഷയമാണ്. പല കമ്മ്യൂണിറ്റീസുമായിട്ട് ബന്ധങ്ങളുള്ള ഒരു നോളജ് ട്രഡീഷനിൽ മാത്രമേ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഹേർബ്സ് അറിയാമായിരിക്കുള്ളൂ. ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക്, ഏകപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും ഇത്രയും ഹേർബ്സ് അറിയാനുള്ള സാധ്യത കുറവാണ്. പലയിടങ്ങളിലേക്ക് കടൽ കടന്നും കടൽ കടക്കാതെയും ട്രൈബലായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനോടും മറ്റ് മെഡിക്കൽ പാരമ്പര്യങ്ങളോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്താൽ മാത്രമേ ഇത്രയധികം അസുഖങ്ങൾക്ക് ഇത്രയധികം ഹേർബ്സ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു നോളജ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഒന്ന്. രണ്ട്, നിങ്ങൾ ആയുർവേദയുടെ ഇപ്പോൾ ഉള്ള ആയുർവേദയിൽ നിങ്ങൾ നോക്കിയാലും നേരത്തെയുള്ള ആയുർവേദയിൽ നോക്കിയാലും ടച്ച് ബേസ്ഡ് ആയിട്ടാണ്, മസാജ് ബേസ്ഡ് ആയിട്ടാണ്, ബോഡിലി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിലുള്ള ചികിത്സാക്രമങ്ങളാണ്. അപ്പോൾ ഈ ചികിത്സാക്രമങ്ങൾ എവിടെ നിന്നായിരിക്കും വരുന്നത്? വളരെ ഹൈറാർക്കിക്കലായിട്ടുള്ള അൺടച്ചബിലിറ്റി നിലനിന്ന് അതിനുള്ള ആ ഫിലോസഫിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിദ്ധാന്തത്തിൽ നിന്ന് ഒരിക്കലും ആയുർവേദം പോലെയുള്ള ഒരു നോളജ് ട്രഡീഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് സിസ്ക് വളരെ കൃത്യതയോടെ പറയുന്നത്, നമുക്ക് ഏകദേശം 100% ഉറപ്പോടെ പറയാൻ പറ്റുന്ന മസാജ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നീക്കുകൾ ഡെഫിനറ്റ്ലി ആയുർവേദ പോലെ ബുദ്ധിസം പോലെയുള്ള ട്രഡീഷൻസിൽ നിന്നാണ് വന്നത്. രണ്ട്, ഹേർബ് കളക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വലിയ ജ്ഞാനശേഖരം ആക്ച്വലി ഹേർബ്സിനെ കുറിച്ചുള്ളത് ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ്. അപ്പോൾ ആ ട്രൈബൽ കമ്മ്യൂണിറ്റീസുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതാണ് ബുദ്ധ ഭിക്ഷുക്കൾ. ഇതിന് നമുക്ക് ഒരുപാട് എവിഡൻസ് ഉണ്ട്. നമ്മൾ ജാതക സ്റ്റോറീസിലെടുത്ത് നോക്കുകയാണെങ്കിൽ ബുദ്ധിസ്റ്റ് മെൻഡിക്കൻസ് മാത്രമല്ല, ബുദ്ധിസ്റ്റ് മെർച്ചൻറ്റ് സേത്തി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു
ഇന്ത്യയിലെ എക്കണോമിയുടെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കുറവ് പഠനവിധേയമാക്കപ്പെട്ടിട്ടുള്ള ഗാഹപതി എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഹൗസ് ഹോൾഡ്, ഇപ്പം നമ്മളൊക്കെ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നവരായിരിക്കും, ഒരു സാധാരണമായിട്ടൊരു ഹൗസ് ഹോൾഡറുടെ ഹിസ്റ്ററി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഹിസ്റ്ററി രാജാക്കന്മാരുടെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഹിസ്റ്ററിയും ആയിട്ട് ചേർത്തപ്പെട്ടേ വായിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് ഉടലെടുത്തത് എന്നുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആക്ച്വലി ജാതക സ്റ്റോറീസും അല്ലെങ്കിൽ അതേപോലെ തന്നെ ബോധിസത്വ കഥകളും വിനയപീതകയിലാണ് എങ്ങനെയാണ് ഗാഹപതി ഉണ്ടായി വരുന്നത് എന്ന് പറയുന്നത്. ഇത് റോംല താപ്പ ഒരു പരിധി വരെ ഈ ഗാഹപതിയുടെ ഒരു എവല്യൂഷൻ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ഗാഹപതിയുടെ എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധാരണ ഹൗസ് ഹോൾഡറിന് ഒരു ഫാമിലി യൂണിറ്റ് സെറ്റ് ചെയ്ത് അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ബുദ്ധിസം എന്നൊരു റെവല്യൂഷണറി മൂവ്മെൻ്റ് ആണ്. ഇത് തന്നെ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്നുള്ള വർക്കിലും റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ എന്നുള്ള വർക്കിലും വളരെ കൃത്യതയോടെ പറയും. അതായത് ഇതിനു മുമ്പേ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലിവ് ചെയ്യുന്ന ഒരു എൻറ്റൈറ്റീനെ ഇന്ത്യയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു ലാർജർ കമ്മ്യൂണിറ്റിയുടെ ഹൈറാർക്കിയിൽ വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത അതിനനുസരിച്ച് മെക്കാനിക്കലായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിനപ്പുറം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താ പദ്ധതി മാത്രമല്ല ഒരു ജീവിത പദ്ധതി ഉണ്ട് എന്ന് ബുദ്ധിസമാണ് ഇന്ത്യയിലുള്ള മനുഷ്യരെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ഗാഹപതിയുടെ എവല്യൂഷനിൽ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പാരസ്പര്യമാണ്. പല പല കമ്മ്യൂണിറ്റീസുമായിട്ട് ഗാഹപതി എന്നുള്ള ആ ഒരു ഹൗസ് ഹോൾഡർ എൻഗേജ് ചെയ്യുന്നുണ്ട്. ആ എൻഗേജ്മെൻറ്റിൻ്റെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസുമായിട്ട് എൻഗേജ് ചെയ്യുന്നത് നമുക്ക് കാണാം, ഭിക്ഷുക്കളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മ്ലേച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്ന, അതായത് ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം, മലയാളത്തിൽ മ്ലേച്ഛ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പോലും മാറിപ്പോയിരിക്കുകയാണ്. മ്ലേച്ഛ എന്ന് നമ്മളൊരു 8-ാം നൂറ്റാണ്ട് മുമ്പ് ഉള്ള ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാൽ ഫോറിനർ, വിദേശി എന്ന് മാത്രമേ മ്ലേച്ഛ എന്നുള്ളതിന് അർത്ഥമുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ മ്ലേച്ഛൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്, അല്ലെങ്കിൽ മ്ലേച്ഛ എന്നുള്ളൊരു പദം യൂസ് ചെയ്യുന്നത് ഏറ്റവും മോശമായ ഒരാളെ ആയിരിക്കും നമ്മൾ മ്ലേച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാലാകാലം എന്താ സംഭവിക്കുന്നത്, ഈ ഹൈറാർക്കി കൂടുതൽ കൂടി വരികയും കാസ്റ്റ് കൂടുതൽ റിജിഡ് ആകുകയും അദറിങ് എന്നുള്ള അപരവൽക്കരണം എന്ന് പറയുന്ന ഐഡിയ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി മാറുകയും ഇത് നമ്മൾ വായിക്കേണ്ട എന്താ, ബുദ്ധിസത്തിൻ്റെ ഡിക്ലൈൻ ഇന്ത്യയിൽ സംഭവിക്കുന്ന അതേ സമയത്താണ് ഈ ബാക്കി എല്ലാ കാര്യങ്ങളും, കാസ്റ്റിൻ്റെ പ്രൊലിഫറേഷൻ ഉണ്ടായി വരുന്നത്, കൂടുതൽ ഹൈറാർക്കി വരുന്നത്, അപരവൽക്കരണം കൂടുതൽ നടക്കുന്നത്, ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന പ്രോസസ്സുകളാണ്. ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു സമയത്താണ് മ്ലേച്ഛൻ എന്നുള്ളൊരു പദം വളരെ ഹീനമായിട്ടുള്ളൊരു പദമായി മാറുന്നത്. അങ്ങനെയാണ് ഫോറിൻ ആയിട്ടുള്ള അതറായിട്ടുള്ള എലമെൻറ്റുകളെ എല്ലാം തന്നെ മ്ലേച്ഛമായി കാണുന്ന, ഇന്നത്തെ അർത്ഥത്തിലാണ് മ്ലേച്ഛം എന്ന് ഞാനിവിടെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ മോശപ്പെട്ട് കാണുന്ന ആ വാക്ക് പോലും ഡീവാല്യൂഡ് ആകുന്ന ഒരിടത്തിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ സൊസൈറ്റി എത്തപ്പെടുന്നത്. ഇതിനൊരു വലിയ ഒരു ഇതിൻ്റെ പുറകിൽ ഉള്ള ഇപ്പം ഞാൻ നോളജ് ട്രഡീഷൻസ്, ഹിസ്റ്ററി ഓഫ് സയൻസ് ചെയ്യുന്ന ഒരാളാണ്. നോളജ് ട്രഡീഷൻസിലാണ് ഞാൻ എൻ്റെ PhD ഒരു ഭാഗം ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഞാൻ നിർമ്മിതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആപ്ലിക്കേഷൻ ഓഫ് നോളജിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഈ പ്രക്രിയ ഏറ്റവും കൂടുതൽ ആകുന്നത്. പലപ്പോഴും ഇന്ത്യക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യവും ഇതാണ്, നമ്മൾ അപ്ലയേഴ്സ് ഓഫ് നോളജിന്, പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജിന് സിഗ്നിഫിക്കൻസ് കൊടുക്കാതെ അപ്ലയേഴ്സ് ഓഫ് നോളജിന് പലപ്പോഴും സിഗ്നിഫിക്കൻസ് കൂടുതൽ കൊടുക്കാറുണ്ട്. ഒന്ന്. രണ്ട്, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ സോഷ്യോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റുകളും ഹിസ്റ്റോറിയൻസും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഫിസിക്കൽ വർക്കിനോട് വളരെ അവേർഷനുണ്ട്. ഇത് മലയാളിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ജോലി ചെയ്യുന്ന ആക്ച്വൽ മാനുവൽ ലേബർ എടുക്കുന്ന മനുഷ്യരോട് നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള അല്ലെങ്കിൽ അവേർഷനുള്ള ഒരു ഗ്രൂപ്പും കൂടെയാണ്. എന്നാൽ ഇതിന് വളരെ കോൺട്രഡിക്ടറി ആയിട്ട് ഒപ്പോസിങ് ആയിട്ടാണ് വിനയയിലെ ഈ മഹാവഗ്ഗ ആ ഒരു ചാപ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മഴക്കാലമാകുമ്പോൾ എല്ലാ ജോലികളും, ഒരു
ഒരു ഗാഹപതി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡർ ചെയ്യുന്ന എല്ലാ ജോലികളും ഈ വാസ എന്ന് പറയുന്ന ആ ജീവിതചര്യയ്ക്കും അത് തന്നെയാണ് പറയുന്നത്. അവർ താമസിക്കുന്ന ആ സ്ഥലത്തിനും വാസ എന്ന് തന്നെയാണ് പറയുന്നത്. അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രാക്ടീസുകൾക്കും വാസ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ജോലികളും ഭിക്ഷുക്കൾ ചെയ്യണം, നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ഇൻറ്റൻസിറ്റിയോടെ ചെയ്യണമെന്ന് വിനയപിത്തക പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാസയെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് ടെക്നിക്കാലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 2 രീതിയിലുള്ള വാസ നമുക്ക് കാണാൻ പറ്റും. പൂർവിക വാസയും പശ്ചിമ വാസയും എന്നുള്ള റെഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിലും എഗെയിൻ തർക്കങ്ങളുണ്ട്. ഒന്ന്, പൂർവിക വാസ പ്രോബബ്ലി സൗത്ത് വെസ്റ്റ് മൺസൂണിനെയും പശ്ചിമ മാസ നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ ആയിരിക്കാം പരാമർശിക്കുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. രണ്ടാമതായിട്ട് ഒരു ആർഗ്യുമെൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യകാലം, അതായത് ഈ ലൂണാർ മന്തിൻ്റെ ആദ്യത്തെ ഒരു മാസമേ ചേരുന്ന എല്ലാ ഭിക്ഷുക്കളെയും ആണ് ഈ പൂർവിക വാസയിൽ ഉൾപ്പെടുത്തുന്നതെന്നും ഒരു മാസമൊക്കെ കഴിഞ്ഞ്, കാരണം ഒരുപാട് ദൂരത്തിലൊക്കെ പോയി സഞ്ചരിച്ച് ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതും അതുപോലെ തന്നെ നോളജ് ശേഖരിക്കുന്നതുമായിട്ടുള്ള ഭിക്ഷുക്കൾ തിരിച്ചു വരാൻ ചിലപ്പോൾ ലേറ്റ് ആകും. അങ്ങനെയുള്ളവരെയാണ് ഈ രണ്ടാമത്തെ ആയിട്ടുള്ള പശ്ചിമ വാസയിൽ ചേർക്കുന്നത്. ഇങ്ങനെയുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വാസ നിലനിൽക്കുന്ന ഈ 3 മാസം തീരുന്ന ഒരു സമയത്ത് 2 ട്രഡീഷൻസ് ആൻഡ് ഐ തിങ്ക് ദോസ് ട്രഡീഷൻസ് ഷുഡ് ബി റിക്കവേർഡ്. വളരെ എനിക്ക് അത് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 സെറമണീസ് ഉണ്ട്. ഒന്നിത് തീരുന്ന സമയം ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ കാർത്തിക മന്ത് എന്നുള്ള, നമ്മുടെ പിന്നീട് കാർത്തിക എന്ന് മേ ബി വിളിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു മാസം ആയിരിക്കും. ഈ 2 സെറമണീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ഒരു സെറമണി എന്ന് പറയുന്നത് ഈ 3 മാസവും വളരെ കൃത്യമായിട്ട് ഈ വാസയുടെ എല്ലാ ട്രഡീഷൻസും, അതായത് സെൽഫ് കൺട്രോള് ഏറ്റവും നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന, വൃത്തി ഹൈജീൻ വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന, ബുദ്ധിസ്റ്റ് ചാൻറ്റിങ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന, അതുപോലെ മാനുസ്ക്രിപ്റ്റുകൾ ഓറൽ ട്രഡീഷൻസ് ആയിട്ട് നിലനിന്നിരുന്ന ബുദ്ധിസ്റ്റ് ക്യാനൻസിനെയും ഓറൽ ട്രഡീഷനായിട്ട് നിലനിന്നിട്ടുള്ള കാര്യങ്ങളെ മാനുസ്ക്രിപ്റ്റ് രൂപത്തിലേക്ക്, എഴുത്ത് രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക, ആ മാനുസ്ക്രിപ്റ്റുകൾ പ്രിസർവ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് വാസയിൽ ചെയ്യേണ്ടത്. ഇതെല്ലാം വളരെ കൃത്യതയോടെ ചെയ്ത് തീർക്കുന്ന ഭിക്ഷുക്കൾക്ക് പുതിയ റോബ്സ്, അതായത് അതിനെ വിളിക്കുന്നത്, ആ റോബിനെ വിളിക്കുന്ന പുതിയ ഉടുപ്പുകൾ, 3 റോബേ ഒരു ഭിക്ഷു തൻ്റെ സഞ്ചാര സമയത്ത് അവരുടെ കൈവശമായിട്ട് വെക്കാവുള്ളൂ. ഒരു ദണ്ട്, ഒരു ബെഗിങ് ബൗൾ, ഇത്രയും സാധനങ്ങളെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട്, സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് ഒരു ഭിക്ഷു കീപ്പ് ചെയ്യാവുള്ളതായിരുന്നു. ബാക്കി കീപ്പ് ചെയ്യാൻ ബുദ്ധിസ്റ്റ് സംഘ നിയമങ്ങൾ ഭിക്ഷുവിനെ അനുവദിക്കുന്നില്ല. അപ്പം ഒരു പുതിയ റോബ് കൊടുക്കുന്നത്, അത് റോബ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പുതിയ വസ്ത്രവും തുണി കൊടുക്കുന്നതായിട്ടുള്ള റെഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ റോബിനെ വിളിക്കുന്ന പേരാണ് കദിന എന്ന്. അപ്പം ഈ കദിന ഗ്രാൻഡ് ചെയ്യുന്ന ഒരു സെറമണി ഉണ്ട്. അപ്പം ഈ 3 മാസവും വളരെ കൃത്യമായിട്ട് വാസ ആചരിക്കുന്ന ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കൾക്ക് ഒന്നിൽ രാജാവോ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമാണികളോ അല്ലെങ്കിൽ ലേറ്റി ആയിട്ടുള്ള സാധാരണ മനുഷ്യരോ ഈ റോബ് കൊടുക്കുമായിരുന്നു. അപ്പം സംഘത്തിൻ്റെ തലവൻ അതിനെ അപ്രൂവ് ചെയ്തിട്ട് ഈ റോബ് അണിയിക്കുമായിരുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഇന്നത്തെ പൊന്നാട കൊടുക്കുന്ന ആ ഒരു സെറിമണിയായിട്ട് ഈ സെറിമണിക്ക് ഉള്ള ഒരു റിസംബ്ലൻസ് വളരെ അധികമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ തൊട്ടിലക്കൊണ്ട ഞാൻ പറഞ്ഞ ഈ ഒരു മൊണാസ്ട്രി ആണെങ്കിലും ശരി, കൻഹേരി എന്ന് പറഞ്ഞ ബോംബെക്ക് അടുത്തുള്ള റോക്കറ്റ് ബുദ്ധിസ്റ്റ് കേവ്സ് ആണെങ്കിലും ശരി, അവിടെ എല്ലാം തന്നെ ഈ കദിന സെറിമണിയുടെ ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ഈ കദിന സെറിമണിയോടൊപ്പം തന്നെ വേറൊരു സെറിമണിയും കൂടെ നടക്കുന്നുണ്ട്. ആ ഒരു സെറിമണി ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അതായത് ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കൾ, ഉപോഗത എന്ന് പറഞ്ഞൊരു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ ഉണ്ട്. അതായത് ഈ വാസ സമയത്ത് അവർ എന്തെങ്കിലും ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ സഹഭിക്ഷുക്കളുടെ അടുത്തും അല്ലെങ്കിൽ ഭിക്ഷുകിനിയാണെങ്കിൽ സഹഭിക്ഷുകിനികളുടെ അടുത്തും ഏറ്റു പറയണം. ഇപ്പം നമ്മളിപ്പോൾ കുംഭസാരം എന്നൊക്കെ പറയില്ലേ,
ആ കുമ്പസാരം എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വന്തം നമുക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണം. ഇതിനാണ് നമ്മൾ ഉപോഗത എന്ന് പറയുന്നത്. ഇതൊരു ഭിക്ഷു ഓരോ ടൈം ഇൻ്റർവെല്ലിലും ചെയ്ത് അദ്ദേഹത്തിൻ്റെ സെൽഫ് പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ വസ ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കളക്റ്റീവായിട്ടുള്ള റിന്യൂവലിന് ഇന്നത്തെ ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു സോഷ്യൽ റിന്യൂവലിനെ ആണ് വസ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭിക്ഷുക്കൾ തമ്മിൽ മാത്രം ഈ തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ പോരാ. ഭിക്ഷുക്കളുടെ തെറ്റുകളായിട്ട് ജനം എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ജനത്തിന് ഈ വസ സമയം തീരുമ്പോൾ, ഈ 3 മാസം തീരാറാകുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ സെറിമണിക്ക് ഈ വിഹാരത്തിൽ വന്ന് അല്ലെങ്കിൽ ആവാസയിൽ വന്നിട്ട് അവർക്ക് ആ സംഘത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഒരു ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു അമ്പലമോ ഒരു പള്ളിയോ ഏത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എടുത്തു നോക്കി, കോമൺ ആൾക്കാരെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിൻ്റെ അവസാനം വിളിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു വർഷം ചെയ്തതിൽ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറയാറുണ്ടോ? ഇതൊരു ഇന്റേണൽ ആയിട്ട് ഒരു ഡെമോക്രസിയുടെ കേണൽ വർക്ക് ചെയ്യുന്നതിൻ്റെ സൂചനയാണ്. അതായത് ഈ ഒരു കൃത്യമായിട്ട് ഇവർ ഫീഡ്ബാക്ക് ചോദിക്കുകയാണ് മനുഷ്യരിൽ നിന്ന്. ഏതെങ്കിലും ഭിക്ഷുവോ അല്ലെങ്കിൽ സംഘം മുഴുവനായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത്. ഇതേപോലെ തന്നെ ഒരു 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവിറ്റി വസ തീരുമ്പോൾ കാണും. അത് ഇന്ന് നമ്മൾ കാണുന്ന ഉത്സവം പോലെയല്ല. നമുക്ക് എങ്ങനെ കമ്മ്യൂണിറ്റിയുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും, മനുഷ്യരുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫെൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് വഴിയാണോ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ചാല് വൃത്തിയാക്കുന്ന വഴിയാണോ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ രാജാവിനോട് പറഞ്ഞൊരു എംബാങ്ക്മെൻറ്റ് ഒരു ചെക്ക് ഡാമോ കെട്ടുന്നത് വഴിയാണോ. അപ്പോൾ ആ ഒരു രീതിക്ക് ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിലൂടെയാണ് ഈ വസ എന്ന് പറയുന്ന ഈ ഒരു 3 മാസത്തെ മെഡിറ്റേഷൻ പ്രാക്ടീസും ചാൻറ്റിങ് പ്രാക്ടീസും അതേപോലെ നോളജ് പ്രൊഡക്ഷനും എല്ലാം തീരുന്നത്. കാരണം ദാറ്റ് നോളജ് ഹാസ് ടു ബി പുട്ട് ഇൻ ടു പ്രാക്ടീസ്. ഇറ്റ് ഹാസ് ടു റീച്ച് ദ കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ നോളജ് ഇങ്ങനെ ഐവറി ടവേഴ്സിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ആർക്കും ഉപയോഗമില്ലാതെ പോകേണ്ട കാര്യമില്ലല്ലോ നോളജ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അവസാനം കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗെച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളറും റിച്ചാർഡ് ഗോംബ്രിഡ്ജ് 1998 വർക്കാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബുദ്ധിസ്റ്റ് ഫിലോസഫിയെക്കുറിച്ച് മറ്റ് ആർട്ടിക്കിളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും രസകരമായിട്ട് ബുദ്ധിസത്തിനെ കുറിച്ചിട്ട് ഉള്ള വർക്ക് അദ്ദേഹം 1998 എഴുതിയത്. ഗോംബ്രിഡ്ജിൻ്റെ വർക്കിലും അതേപോലെ തന്നെ ഗെറ്റിൻ്റെ വർക്കിലും കാണാൻ പറ്റുന്നത് പലപ്പോഴും സംഘത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതായത് സംഘം വളരാൻ, ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരാൻ പല ഭിക്ഷുക്കളും പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു ഭിക്ഷു ചിലപ്പം യാത്ര ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ എത്തുമ്പോഴായിരിക്കും മൺസൂൺ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെയുള്ള ഒരു ആവാസ സ്ഥലം കണ്ടെത്തുകയും മറ്റു ഭിക്ഷുക്കളെ കണ്ടെത്തുകയും അവരൊരുമിച്ചൊരു വാസം സ്ഥാപിക്കുകയും ചെയ്യുന്ന, അങ്ങനെ തമ്മിൽ ഇടപെടലുകളുള്ള, തമ്മിൽ പാരസ്പര്യം വർദ്ധിക്കുന്ന, ബോണ്ടിങ് വർദ്ധിക്കുന്നതിന് ഈ വാസ മൺസൂൺ റിട്രീറ്റുകൾ വളരെ യൂസ്ഫുൾ ആകുകയും ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കൾ തമ്മിൽ ഇന്റർ കണക്ഷൻസ് വരാനും ഇന്ത്യയിലെ തന്നെയുള്ള പല ഇടങ്ങളിലെ ഭിക്ഷുക്കൾ മാത്രമല്ല പല ഇടങ്ങളിലെ വാസ പ്രാക്ടീസസ് തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കാനും, അങ്ങനെ ബുദ്ധിസ്റ്റ് സംഘത്തിൻ്റെ വ്യവസ്ഥവൽക്കരണം എന്ന് വിളിക്കാം, അതിൻ്റെ സിസ്റ്റമറ്റൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും വാസ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് പ്ലേ ചെയ്തു എന്ന്. മേ ബി ഇത്ര വലിയൊരു സംഘം നമുക്ക് ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പോപ്പുലർ ട്രഡീഷനായിരുന്ന ഒരു ട്രഡീഷനാണ് ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് ബുദ്ധിസത്തിനെയും ജൈനിസത്തിനെയും ഒക്കെ ഹെറ്ററോഡോക്സ് ട്രഡീഷൻ, ഇന്നും അൺഫോർച്ചുനേറ്റ്ലി പല ടെക്സ്റ്റ് ബുക്കുകളിലും അതിനെ ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണ വരുന്നത്. ഇന്ത്യയിൽ മെയിൻ സ്ട്രീം ആയിരുന്നത് പുരാണിക് ഹിന്ദുയിസവും ഫ്രിഞ്ചായിട്ട് നിലനിന്നത് അല്ലെങ്കിൽ സൈഡായിട്ട് നിലനിന്നിരുന്ന മൈനോറിറ്റി റിലീജിയൻസ് ആയിരുന്നു ബുദ്ധിസവും ജൈനിസവും എന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് പുരാണിക് ഹിന്ദുയിസം ഇവോൾവ് ഔട്ട് പോലും ചെയ്തിട്ടില്ല. അന്ന് ബ്രാഹ്മണസവും വേദസവുമായി മാത്രം നിലനിന്ന വളരെ എലീറ്റ് ആയിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് മാത്രമേ
യാഗപാരമ്പര്യങ്ങൾക്കുള്ള റിസോഴ്സസ് ഉള്ളൂ നമ്മൾ ഓർക്കണം. ഈ ഓരോ യാഗവും, അതായത് ഈ ലൈഫ് സൈക്കിൾ റിച്വൽ, സംസ്കാര ക്രിയകൾ, ഇത് നമ്മൾ പലപ്പോഴും മരണത്തിന് മാത്രമാണ് സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ മരണവും ജനനവും നാമകരണവും എന്താണ് ചെവി കുത്തുന്നതും ഇതെല്ലാം സംസ്കാര ക്രിയകളാണ്. ഈ സംസ്കാര ക്രിയകളെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾ ബ്രാഹ്മണിക് വിധി അനുസരിച്ച് നിങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഓരോ യാഗത്തിനും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട റിസോഴ്സസ് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ ബുദ്ധിസം ഉടലെടുത്ത് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ റിച്വാലിറ്റിയെ, പർട്ടിക്കുലർലി യാഗ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ ഒരു റിച്വാലിറ്റിയിൽ നിന്നൊരു വളരെ വലിയ എസ്കേപ്പ് ആയിട്ടും കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന പല കമ്മ്യൂണിറ്റീസും. ഇൻ പർട്ടിക്കുലർ ഇവിടെ ഏറ്റവും റിച്ച് ആയിരുന്ന മെർച്ചന്റ് ആൻഡ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് ഇതിൽ നിന്ന് എന്തായാലും വെളിയിൽ പോകണം. ഒന്ന്. രണ്ട്, കടൽ കടന്നു പോയി സഞ്ചാരം ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ഉള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ബ്രാഹ്മണിസത്തിൽ കാണില്ല. ഇത് എനേബിൾ ചെയ്യുന്ന, അതും അറ്റ് ദ സെയിം ടൈം വാറിനെതിരെ, ഇന്ന് നമ്മൾ ഈ ലോകത്ത് താമസിക്കുമ്പം നമുക്ക് ഏറ്റവും ഇന്റർനാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധം കൊണ്ട് പൂർണ്ണമായിട്ട് രോക്ഷാകുലമായിട്ട് നിൽക്കുന്ന ഒരു ലോകത്താണ്. നമ്മൾ ഭയങ്കര ഇൻസുലേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ വേൾഡിന്റെ പല ഭാഗത്തും നമ്മളെപ്പോലെ തന്നെയുള്ള സാധാരണ മനുഷ്യർ വാർ വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വാറിനെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു സിദ്ധാന്തത്തിൽ നിന്ന് മാറി നോൺ വയലൻസിനെ സെൻട്രലൈസ് ചെയ്യുന്ന, അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് എപ്പോഴും മെർച്ചൻസിന് നല്ലത്. കാരണം ട്രേഡ് നടക്കണമെങ്കിൽ എന്ത് വേണം? പീസ് വേണം. ട്രേഡ് നടക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റെബിലിറ്റി വേണം. ഇനി സ്റ്റേറ്റിന്റെ കാര്യം എടുത്ത് നോക്കി, എപ്പോഴും വാർ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിന് ഇഷ്ടമാകും. സ്റ്റേറ്റിന്റെ റിസോഴ്സസ് എല്ലാം വാറിലേക്ക് പോകും. പക്ഷെ ഈ ഒരു സമയത്തുള്ള വേദിക് ബ്രാഹ്മണിക് ട്രഡീഷൻ എടുത്ത് നോക്കിയാൽ രാമായണ മഹാഭാരതങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്ന പോലെ ഒരു വാർ സെൻട്രിസം നമുക്ക് കാണാൻ പറ്റും. യുദ്ധത്തിന് വളരെ അധികം ഫോക്കസ് കൊടുക്കുന്ന ഒരു ഫിലോസഫിയിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ബ്രദറിനെയോ നിങ്ങളുടെ കിന്നിനെയോ ഇതെല്ലാം മറന്നാണെങ്കിലും നിങ്ങളുടെ ക്ഷത്രിയ ധർമ്മം ചെയ്യുക, നിങ്ങളുടെ ബ്രദറിനെതിരെ ആണെങ്കിൽ പോലും വാറിന് പോകുക എന്ന് പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തത്തിൽ നിന്ന് മാറി നിങ്ങൾ നോൺ വയലന്റ് ആയി ജീവിക്കുക, സഹജീവികളോട് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുക, കരുണയെ അധിഷ്ഠിതമാക്കി അനുകമ്പയെ അധിഷ്ഠിതമാക്കി ജീവിക്കുക, മൃഗങ്ങളെ കൊല്ലാതിരിക്കുക. ഈ ഒരു ഫിലോസഫി ആദ്യമായിട്ട് വരുന്ന ബുദ്ധന്റെ റൈറ്റിംഗ്സിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അഗ്രേറിയൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ട്രേഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പുതിയൊരു തലത്തിലെ ഒരു സോഷ്യൽ ഫോർമേഷൻ ഉണ്ടായി വരുമ്പോൾ അധികം ആൾക്കാരും അത് ചൂസ് ചെയ്യാണ്. ഇതിൽ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്ന മെർച്ചന്റ് കമ്മ്യൂണിറ്റിയാണ്, പിന്നെ അഗ്രേറിയൻ കമ്മ്യൂണിറ്റി. കാരണം അവരുടെ കന്നുകാലികളെ അവർക്ക് പിന്നെ ബീസ്റ്റ് ഓഫ് ബേർഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അന്ന് വരെ ഈ യാഗത്തിന് കൊടുക്കുന്നത്, യാഗത്തിന് കൊടുക്കുന്ന എങ്ങനത്തെ പശുക്കളെയും എങ്ങനത്തെ കാളകളെയാണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാളയും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറവ പറ്റിയ കാളയല്ലല്ലോ യാഗത്തിന് കൊടുക്കുന്നത്. ഏറ്റവും നല്ല കാളയും ഏറ്റവും നല്ല പശുവിനെയും യാഗത്തിന് കൊടുക്കേണ്ടി വരും. ഇതിന് ഞാനൊരു ബുദ്ധിസ്റ്റായിട്ട് മാറുകയാണെങ്കിലോ ഇതിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത്, ഇതിന്റെ ഗാർഡിയനായിട്ട് നിൽക്കേണ്ട ഞാനാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പാല് കിട്ടും, എനിക്ക് നിലം ഊഴാൻ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഇഷ്ടവും കൂടെ കൊണ്ടിട്ടാണ് മനുഷ്യർ ബുദ്ധിസത്തിലേക്ക് മാറിയത്. അങ്ങനെ ലാർജ് സെറ്റ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ബുദ്ധിസത്തിലേക്ക് മാറുന്നതിന്റെ എവിഡൻസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഹിസ്റ്റോറിയൻസിനോട് മറ്റു ഹിസ്റ്റോറിയൻസ് ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ഹെറ്ററോഡോക്സ് ട്രഡീഷൻസ് പറയാൻ പറ്റും? ഇതായിരുന്നു പോപ്പുലർ ട്രഡീഷൻ, ഇതായിരുന്നു മെയിൻ സ്ട്രീം. ഇതിനുള്ള ആർക്കിയോളജിക്കലും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ലോജിക്ക് വെച്ചിട്ടാണ് മെയിൻ സ്ട്രീമും ഫ്രിഞ്ചും എന്ന ഏർലി ട്രഡീഷൻസിനെ വിളിക്കുന്നത്. ശരിക്കും ഇതിനെ തിരിച്ചായിരുന്നു വിളിക്കേണ്ടത്. കാരണം സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് ബുദ്ധിസത്തിനെയാണ്, നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. സ്റ്റേറ്റ് ഫോർമേഷന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷൻ ബുദ്ധിസ്റ്റ് ട്രഡീഷനാണ്. ഏറ്റവും പ്രബലമായിട്ട് അന്ന് നിലനിന്ന കമ്മ്യൂണിറ്റീസ് ഫോളോ ചെയ്ത ബുദ്ധിസമാണ്. ഇനി ഇൻ ഷിയർ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എവിടെ ഉണ്ടായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ബുദ്ധിസ്റ്റ് ട്രഡീഷനിലാണ് നമുക്ക് കാണും. ബുദ്ധിസ്റ്റ് ട്രഡീഷന്റെ കൂടെ തന്നെ നമുക്ക് ജൈനിസവും അതേപോലെ തന്നെ ആജീവിക സെക്റ്റിലോട്ടും എല്ലാം ചർവാകന്മാരായിട്ടും ഒക്കെ ആളുകൾ മാറി നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ
പ്രചരണം കിട്ടിയത് ഏത് ട്രഡീഷനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് എവിഡൻസ് സൂചിപ്പിക്കുന്നത് ബുദ്ധിസത്തിന്റെ തന്നെയാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ടൊരു ചരിത്ര രചന സാധ്യമല്ല എന്നാണ് നമ്മൾ സോഴ്സസ് നോക്കുമ്പോൾ വിചാരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ചരിത്ര രചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയിട്ടേ നമുക്ക് ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ഹിസ്റ്റോറിയോഗ്രഫിയിലോട്ടോ അതിൻ്റെ പ്രിൻസിപ്പിൾസിലോട്ടോ ഡോക്ട്രിൻസിലോട്ടോ തിരിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. സോ ഈ ഒരു എത്ര ഒരു വലിയ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ബുദ്ധിസത്തിന് ഉണ്ടായിരുന്നെന്നും ബുദ്ധിസത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ കൾച്ചറൽ ഈത്തോസ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉടലെടുത്തതെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ വാസയുടെ ഒരു അബ്സല്യൂട്ട് സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. അന്ന് വരെ മെഡിറ്റേഷൻ സെൻട്രിക് ആയിട്ടുള്ള തപസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക്, തപസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹിമാലയ സാനുക്കളിലോ ഏതെങ്കിലും ഒരു പർവ്വതത്തിൽ പോയിട്ട് സെൽഫ് ഐസൊലേഷനിലൂടെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ബാക്കി എല്ലാ കാര്യത്തിലും ഉള്ള എക്സ്പോഷർ കൊടുക്കാതിരിക്കുന്നതിലൂടെ മോക്ഷത്തിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഹ്യൂമൻ ലെവലിലേക്കോ പോകാം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ഡോക്ട്രിനിൽ നിന്ന് മാറി ഇല്ല. ഈ മനുഷ്യൻ ആ ഒരു സമയത്ത് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള 3 മാസം, ആ 3 മാസം ജ്ഞാനോൽപാദനത്തിലും ആ 3 മാസം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിലും സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു പുതിയ ഡോക്ട്രിനലായിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡോക്ട്രിനായിട്ടുള്ള പുതിയൊരു റീഇൻസ്റ്റലേഷൻ നടത്തുന്നതാണ് ആക്ച്വലി വാസ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കർക്കിടക മാസം കേരളത്തിൻ്റെ കാര്യം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു എസ്സേ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, കോയിൻസിഡൻ്റലി അതൊരു ചൈനീസ് സ്കോളർ എഴുതിയ ഒരു എസ്സേ ആണ്. അപ്പം ആ ഒരു അവിടെ എന്ന് പറഞ്ഞാൽ മൺസൂൺ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വാസ എങ്ങനെ ചൈനയിൽ വർക്ക് ചെയ്യും ഈ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ചൈനീസ് ആർട്ടിക്കിൾ വായിച്ചത്. അപ്പം പക്ഷേ ഈ വാസ അവിടെയും ചെയ്യുന്നുണ്ട്. അവരുടെ വിന്റർ സമയത്തിന് തൊട്ട് മുമ്പേ ഉള്ള മഴക്കാലത്ത് എന്നിട്ട് 3 ലൂണാർ മാസങ്ങൾ എണ്ണി ആ ഒരു മാസങ്ങളിൽ ബുദ്ധ ഭിക്ഷുക്കൾ ഇതുപോലെ വിഹാരങ്ങളിലേക്ക് തിരിച്ചു പോവുകയും അല്ലെങ്കിൽ ആവാസത്തിലേക്ക് തിരിച്ചു പോവുകയും അവിടെ മാനുസ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടത്തുകയും അതേപോലെ തന്നെ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുകയും മെഡിക്കൽ ഹെർബ്സ് പ്രിസർവ് ചെയ്യുകയും ഹെർബൽ ഗാർഡൻസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മൺസൂൺ ഇല്ലെങ്കിൽ കൂടെ ആ വാസയുടെ ആ സ്പിരിറ്റ് അവർ ഉൾക്കൊണ്ടുകൊണ്ട് വാസ ആചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ആർട്ടിക്കിളിനകത്ത് അവർ യൂസ് ചെയ്തൊരു ടേമാണ് അത് ചൈനീസ് ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റിൽ നിന്ന് അവർ കടമെടുത്ത ഒരു ടേമാണ്. അവർ ഈ 3 മാസങ്ങൾ വിളിക്കുന്നത് പഞ്ഞമാസങ്ങൾ എന്നാണ്. നമ്മൾ കർക്കിടകത്തിനെ വിളിക്കുന്നത് എന്താണ്? പഞ്ഞമാസം. പക്ഷെ അവർ പഞ്ഞ എന്ന് ഉദ്ദേശിക്കുന്നത് വിസ്ഡം എന്ന വാക്കാണ്. കാരണം പാലിയിൽ പഞ്ഞ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിസ്ഡം എന്നാണ്. അത് പാലിയിൽ നിന്ന് ചൈനീസിലേക്ക് പോയതായിരിക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും കർക്കിടകത്തിനെ പഞ്ഞമാസം എന്ന് വിളിച്ചൊരു പാരമ്പര്യം ഉണ്ടായിരിക്കാം. എന്താ 3 മാസത്തിൽ ഏറ്റവും ബാഡായിട്ടുള്ള മൺസൂൺ ഉണ്ടായിരുന്ന സമയത്ത് വിസ്ഡം ഉൽപ്പാദിപ്പിച്ച ഒരു സെറ്റ് ഓഫ് മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ പിന്നെ ഉള്ള കാലഘട്ടങ്ങളിൽ ഈ പഞ്ഞ എന്നുള്ള വേർഡിന് മ്ലേച്ഛ എന്നുള്ള വേർഡിന്റെ അർത്ഥം മാറിയതുപോലെ തന്നെ പോവേർട്ടി എന്നുള്ള ഒരു അർത്ഥം മേ ബി അസ്യൂം ചെയ്തതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട വളരെ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി വാസ സമയത്ത് ചാൻറ്റിങ് ഒരു വലിയ ഇൻറ്റഗ്രൽ എലമെൻ്റ് ആയിരുന്നു. ഇപ്പം ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്നുള്ള മന്ത്രങ്ങൾ ഉരുവിടുന്നതും അതുവഴി ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നതും വാസയുടെ ഇൻറ്റഗ്രൽ പാർട്ടായിരുന്നു. ആ ഇൻറ്റഗ്രൽ പാർട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് കമ്മ്യൂണലായിട്ട് ചാൻറ്റ് ചെയ്യുകയും അതുവഴി ഒരു ബോണ്ടിങ് ഉണ്ടാകുകയും ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട്. പക്ഷെ അത് ഇതിൻ്റെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഈ കമ്മ്യൂണൽ ചാൻറ്റിങ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ കർക്കിടക മാസത്തിൽ ഈ വൃഥാവായിട്ട് ചാൻറ്റ് ചെയ്യുന്ന, അർത്ഥമറിയാതെ ചാൻറ്റ് ചെയ്യുന്ന ഈ വാസയുടെ ബാക്കി എലമെന്റ്സ് ഉണ്ടല്ലോ, ജ്ഞാനോൽപാദനം ചെയ്യുന്ന
അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് നടത്തുന്ന, ഹെർബൽ ഗാർഡൻസ് ഉണ്ടാക്കുന്ന, നോൺ വയലൻസ് ഒരു ഡോക്ടറിനായിട്ട് പ്രചരിപ്പിക്കുന്നത്, ഇങ്ങനെ വസയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം മാറ്റി വെക്കുകയും ഈ ചാൻറ്റിങ് എന്നുള്ള ഈ ആചാരപരത മനുഷ്യന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഈ ആചാരപരത എവിടെയോ സ്റ്റക്കായി കർക്കിടകവുമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ മൈൻഡ്ലെസ് ആയിട്ടുള്ള ചാൻറ്റിങ് ട്രഡീഷൻ അൺഫോർച്ചുനേറ്റ്ലി കേരളയിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വസയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അതിനകത്ത് നമുക്ക് ഏറ്റവും കുറവ് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭക്തി എന്നുള്ളത്. ഇറ്റ് വാസ് നെവർ അബൌട്ട് മൈൻഡ്ലെസ് ഡിവോഷൻ. ഇറ്റ് വാസ് അബൌട്ട് ആക്ടിവിറ്റി, ആൻഡ് ആക്ടിവിറ്റി വിച്ച് വാസ് ഡൺ വിത്തിൻ ദ ബുദ്ധിസ്റ്റ് സ്പേസസ്. ആ മനുഷ്യനെ ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി ഡിവോഷൻ എന്നുള്ള ഒരു ക്ലോസ് സർക്യൂട്ടിലേക്ക് തിരിക്കുന്ന രീതിയിലുള്ള ഒരു കർക്കിടക രാമായണ മാസാചാരത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്ന ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ടേൺ നമുക്ക് കാണാൻ പറ്റും. കാരണം വാസാ ട്രഡീഷൻ കർക്കിടകത്തിൽ നിലനിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, കമ്മ്യൂണൽ ഹാർമണി, നോൺ വയലൻസിന്റെ ഡോക്ട്രിൻ ഭിക്ഷുക്കളെ പഠിപ്പിക്കുന്നത്, ഫിലോസഫിക്കൽ ഡിബേറ്റ്സ് വിഹാരങ്ങളിലും അതിന് മുമ്പേ ടെമ്പററി ആയിട്ടുള്ള ആവാസ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്, ഈ 3 മാസം അബ്സല്യൂട്ട് സെൽഫ് കൺട്രോളിൽ നിൽക്കും. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യാതെ, നോൺ എക്സ്പോഷറിലൂടെയുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ അല്ല, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിലൂടെ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് പോവുക. ഈ ഐഡിയാസ് എല്ലാം മാറ്റിക്കൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നോളജ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരിടത്തിൽ നിന്ന് മൈൻഡ്ലെസ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള, മൊണോട്ടണസ് ആയിട്ടുള്ള ചാൻറ്റിങ് മാത്രം ഉള്ള ഒരിടത്തേക്ക് നമ്മൾ പോകുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. സോ നമ്മൾ തിരിച്ചു പിടിക്കേണ്ട ഐഡിയ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കേണ്ട ജീവിതചര്യ എന്ന് പറയുന്നത് വാസ എന്നുള്ള ആ ഒരു 3 lunar month അല്ലെങ്കിൽ 3 months നിലനിന്നിരുന്ന ആ നോളജ് ഉൽപാദന വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകേണ്ട, അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. ഇപ്പം ശ്രീമൂലമാസം ഗ്രാൻഡിന്റെ കാര്യം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടെ നിലനിന്നിരുന്ന പല ബുദ്ധിസ്റ്റ് വിഹാരങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിനേക്കാളും ഉപരി വെസ്റ്റേൺ ഇന്ത്യയിലും കർണാടകത്തിലും നമുക്ക് പല എവിഡൻസ് നമുക്ക് കാണാൻ പറ്റും. വാസ സമയത്ത് യൂറോപ്സ് ഗ്രാൻറ്റ് ചെയ്ത മെർച്ചൻസിനെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും, വാസ സമയത്ത് ഈ ഭിക്ഷുക്കൾക്ക് ഭിക്ഷ തേടി വെളിയിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പല കമ്മ്യൂണിറ്റീസിനെ ഒരാഴ്ച ഒരു പർട്ടിക്കുലർ ദാസകർമ്മക്കാരെന്ന് പറഞ്ഞ ഗ്രൂപ്പാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ കുംഹാരന്മാരായിരിക്കും, അതിൻ്റെ അടുത്ത ആഴ്ച ചിലപ്പം അവിടുത്തെ ഫാർമേഴ്സ് ആയിരിക്കും. ഇങ്ങനെ റൊട്ടേഷൻ പോലെ ഓരോ ആഴ്ചയിലും ഭക്ഷണം ഇന്ന ആൾക്കാരാണ് കൊടുക്കേണ്ടതെന്ന് രാജാവിൻ്റെ പ്രൊക്ലമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയധികം മനുഷ്യർ ഈ വിഹാരത്തിലേക്കും വാസയിടത്തിലേക്കും വരികയാണ്, അവരുമായിട്ട് എൻഗേജ് ചെയ്യുകയാണ്, അവരുടെ പ്രോബ്ലങ്ങൾ ഈ ബുദ്ധിസ്റ്റ് ഭിക്ഷുകൾ കേൾക്കുകയാണ്. എന്നിട്ട് ഈ ബുദ്ധിസ്റ്റ് ഭിക്ഷുകൾ അത് പരിഹരിക്കാൻ ഒന്നുകിൽ നോക്കുകയോ അല്ലെങ്കിൽ രാജാവിനോട് അറിയിക്കുകയോ ചെയ്യുകയാണ്. അപ്പോൾ രാജാവും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ഒരു ഇന്റർലിങ്ക് ആയിട്ട് ഈ വിഹാരങ്ങളും വാസയും മാറുന്നൊരു സമയവും കൂടെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു റെയിനി സീസണിൽ ഈ നമ്മൾ സെൽഫിലേക്ക് തിരിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ നമ്മൾ അന്തർമുഖൻ എന്ന് പറഞ്ഞ ഇൻട്രോവേർട്ടാണ്, എനിക്ക് എക്സാക്ട് ടേം കിട്ടുന്നില്ല മലയാളത്തിൽ. നമ്മൾ ഇന്നർ വേൾഡിലേക്ക് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകാതെ ഈ മാസം സെൽഫ് റിന്യൂവൽ ത്രൂ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, സെൽഫ് റിന്യൂവൽ ത്രൂ കളക്റ്റീവ് തോട്ട്, ഈ ഒരു ഐഡിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ ഒരു കർക്കിടക പഞ്ഞമാസത്തിൻ്റെ ആക്ച്വൽ വിസ്ഡം ബേസ്ഡ് മന്തായിട്ട്, പോവർട്ടി ബേസ്ഡ് മന്തായിട്ടല്ല, വിസ്ഡം ബേസ്ഡ് മന്തായിട്ട് വാസ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ മേ ബി ഈ ഒരു മൺസൂൺ മന്ത്സ് കഴിയുമ്പോൾ ഒരു റിന്യൂഡ് സൊസൈറ്റിയായി നമ്മളെ തന്നെ മാറ്റാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള ട്രഡീഷൻസിനെ റീക്ലെയിം ചെയ്യേണ്ട വലിയ ആവശ്യം നമുക്കുണ്ട്. അതിന് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് പോലെ മൺസൂൺ മൈൻഡ്സ്കേപ്സ് പോലെയുള്ള ഗ്യാതറിങ്സ് നമ്മളെ സഹായിക്കട്ടെ.
ഇനിയും ഇതുപോലത്തുള്ള ഗ്യാതറിങ്സ് ഉണ്ടാകട്ടെ. നമുക്ക് ആർട്ടിലൂടെയും മ്യൂസിക്കിലൂടെയും നോളജിലൂടെയും ഹിസ്റ്ററിയിലൂടെയും ലിറ്ററേച്ചറിലൂടെയും ഒക്കെ. കാരണം വി ഹാവ് കോമൺ ഗോൾസ് ഓഫ് കമ്മിങ് ടുഗെദർ ആൻഡ് സെലിബ്രേറ്റിംഗ് അവർ plural traditions, our diverse traditions. The convergences of both history as well as heritage that we have from our multiple roots. ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ ഇൻഡസ് ആർട്ട് സെൻറ്ററും സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസും എടുത്ത ഈ ഇനിഷ്യേറ്റീവിനെ ഒന്നും കൂടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.